ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു, കുറച്ചധികം കാലമായിട്ട് ലൈനായിരുന്നു. അപ്പം ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴിയിൽ നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അതിന് മുമ്പിനെ കിട്ടിയത് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്താ ഇത്രമാത്രം ഞെട്ടാൻ. നമ്മൾ പലതരം വ്ളോഗുകൾ കണ്ടിട്ടുണ്ട് അല്ലേ. ആദ്യമായിട്ടാണ് ഞാനൊരു ഒളിച്ചോട്ട വ്ളോഗ് ഞാൻ കാണുന്നത്. അപ്പോൾ ചാനലിൻ്റെ പേര് ചാത്തൻസ് ഡേ വ്ളോഗ് എന്നാണ്. 33.9K സബ്സ്ക്രൈബറൊക്കെ ഉള്ള 707 വീഡിയോയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡെയിലി വ്ളോഗ് ചാനലാണ്. ഈ പർട്ടിക്കുലർ ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു തുടക്കം ഞാൻ എങ്ങനെയാണ് എത്തിയത് എന്ന് വെച്ചാൽ, നമ്മുടെ ജീവമാത ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ, ഒരു ഓർഫനേജ് അറിയില്ലേ, അവിടെ ഒരു കല്യാണ വീഡിയോ ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അവിടുത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടീനെ ഇതുപോലെ വിവാഹം കഴിച്ച് വിട്ടു എന്നാണ്. പിന്നെ ഞാൻ മനസ്സിലായത് ഒരു ടീം വന്ന് നടത്തിയിട്ടുള്ളൊരു പരിപാടിയാണ്. അതിങ്ങനെ നോക്കിയാണ് ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലെ വ്ളോഗ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അമ്മ, ഒരച്ഛൻ, അമ്മ മാത്രമാണ്, അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ അമ്മ മോനെയും കൂട്ടിയിട്ട് ഇറങ്ങി വന്ന ഒരു പെണ്ണിനെ കൂട്ടാൻ പോവുകയാണ്. ബേസിക്കലി പറഞ്ഞാൽ അമ്മ മോനെ കൂട്ടി ഒരു പെണ്ണിനെയും കൂട്ടി ഒളിച്ചോടി പോവുക. അങ്ങനത്തെ ഒരു ഒളിച്ചോടൽ വ്ളോഗാണ്. സോ നമ്മൾ അധികം പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ വ്ളോഗിലോട്ട് പോകാം. ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് ടെൻഷൻ പിടിച്ചൊരു യാത്രയാണ്. കാര്യം വേറൊന്നുമല്ല, ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു, കുറച്ചധികം കാലമായിട്ട് ലൈനായിരുന്നു. അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴിയിൽ നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അതിന് മുമ്പായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് 2-3 ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അതല്ല, അവർ വിളിച്ചതിന് ശേഷമാണ് ഇവള് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ കൊട്ടാരക്കര എവിടെയോ നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ തിരക്കുള്ളൊരു യാത്രയാണ്. ഇനി ഇത് എന്താവുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം. ഇപ്പം നമ്മുടെ നെടുവത്തൂർ എത്തി, കൊട്ടാരക്കര കുറച്ച് സമയം കൂടെ ഉള്ളൂ. അവിടെ എവിടെ നിൽക്കുന്നതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും ഒരു ഏകദേശ ധാരണയുണ്ട് അവൾ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്, കൊട്ടാരക്കര. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുട്ടിയെ കണ്ടിട്ടുണ്ട്. കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത്, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ, ചേസിങ് വല്ലതും ഉണ്ടോ, അടിയോ അക്രമോ വല്ലതും ഉണ്ടോ നോക്കണമല്ലോ. പയ്യൻ ഇടി കിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഇടി കിട്ടിയാൽ നോക്കുന്നത് നമുക്കും കൂടെ അല്ലേ, നമ്മുടെ മോനല്ലേ ഇടി മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ ആദ്യം തന്നെ ഈ വ്ളോഗിൻ്റെ തേജോവികാരം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ വ്ളോഗ് കംപ്ലീറ്റ് കണ്ട സമയം എനിക്ക് മനസ്സിലായത്, ഇവർ ഈ പെർട്ടിക്കുലർ വ്ളോഗ് എടുത്തത് ഈ പെൺകുട്ടീനെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോവുകയല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ ആ വ്ളോഗ് എടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവാർഡ് കൊടുക്കണം. ഒരു പെണ്ണ് കാത്തു നിൽക്കുകയാണ്. ഓൾറെഡി ആ പെണ്ണിൻ്റെ വീട്ടുകാർ ഇവരെ വിളിച്ച് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പോവുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ഹലോ ഗായ്സ്, ഞങ്ങൾ പെണ്ണിനെ കൂട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ക്യാമറ പിടിക്കാനുള്ള ആ ഒരു മനസ്സില്ലേ, ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം എന്ന് വെച്ചാൽ സമ്മതിക്കണം. ഭയങ്കരനൊരു കഴിവ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇവർ പോകുന്നു, പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ട് വരുന്നു, അതിനുശേഷം ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, എന്തൊക്കെയൊക്കെയോ തമാശകൾ ഇവർ തന്നെ പറയുന്നു. ഇതൊക്കെയാണ് ഈ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറേ പേരുടെ വിചാരം ഇവർ കുരുന്നായിരിക്കും. നല്ല, ചെക്കൻ 25 വയസ്സും പെൺകുട്ടിക്ക് 24, ചെക്കൻ 24 പെൺകുട്ടിക്ക് 23 ആണോ, അല്ലെങ്കിൽ ചെക്കൻ 25 പെൺകുട്ടിക്ക് 24. എന്തായാലും രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. ചെക്കൻ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യാണ്, ഗ്രാഫിക് ഡിസൈനറായിട്ട്. പെൺകുട്ടി ബേസിക്കലി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊന്നുമല്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇവരുടെ പെൺകുട്ടിയുടെ വീട്ടിൽ സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് പെൺകുട്ടി എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വീട്ടുകാർ ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് പെൺകുട്ടി ഈ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുള്ളത്. ഒളിച്ചോടി വരിക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്ടമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒളിച്ചോടുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അതൊക്കെ ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്, വ്യക്തികളുടെ ഇഷ്ടമാണ്. ഒളിച്ചോടുന്നത് തെറ്റുകാരാണെന്ന് ഞാൻ പറയുന്നില്ല, ഒളിച്ചോടുന്നത് ശരിയാണെന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാരൻസിനെ ചതിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇത്രയും കാലം നോക്കി വളർത്തിയ ആൾക്കാരാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ കൂടെ നമ്മളുടെ ലൈഫിൻ്റെ എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരേ ലെവലിൽ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ അറിയില്ല, ചിലപ്പോൾ ഈ പെൺകുട്ടീൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവാം. മേ ബി പെൺകുട്ടീൻ്റെ വീട്ടുകാരൊക്കെ ആയിരിക്കില്ല, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, സമ്മതിക്കാണ്ട് വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, തല്ല് ഇടി കുത്ത് ചവിട്ട് കിട്ടിയിട്ടുണ്ടാവാം, പെൺകുട്ടീനെ പഠിക്കാൻ വിട്ടിട്ടുണ്ടാവില്ല, ജോലി വിട്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കാരണത്താലാണ് പെൺകുട്ടി ഒളിച്ചോടിയിട്ടുള്ളത്.
എന്തായാലും നമുക്ക് വ്ളോഗിൻ്റെ ബാക്കി ഒന്ന് കാണാം. ഐ വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ടു സീ ദ കമൻറ്റ് വേർഡ്സ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ിയും വരവും ഒക്കെ ആയിരുന്നു. ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവർ. അപ്പൊ അവൻ മറു സൈഡിൽ കൂടെ ദേന്റെ മോടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ വന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഇടിയിട്ട് അറിയാൻ അപ്പൊ ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചെന്ന് കണ്ടു. അപ്പൊ പുള്ളിക്കാരി എന്താന്നാ വീട്ടിൽ നിന്ന് ചാടി പോരുന്നത് കൊണ്ടാണോ കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ. അപ്പം ദേണ്ട അതാണ്ട് വരുന്ന ഈ 2 സാധനങ്ങളാണ്. അവനെ അറിയാമല്ലോ. അതാണ് കുട്ടി. അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന്. മോളെ എന്ത് പ്രശ്നം? ഞങ്ങളാരും അടിച്ചോണ്ട് പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നില്ല. ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയത്തില്ലയോ? മോഡ് ഇഷ്ടപ്രകാരം തന്നെ വന്നില്ലയോ? അല്ല കാരണം വേറൊന്നും അല്ല. ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോരുന്നതാണ്. അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം, പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഈ മോളെ ഇഷ്ടപ്രകാരം വന്നേന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായി അറിയത്തില്ലല്ലോ. കുറച്ച് സമയത്തിന് മുമ്പ് ഭയങ്കര ടെൻഷനിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആ തിരക്ക് പോയ സാധനത്തിനെ കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇതിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിനെയും കൊണ്ട് ഞങ്ങൾ നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പുത്തൂരാണ്. അവിടെ നിന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്നൊന്ന് പറയാൻ പോവാണ്. ഇനി നമുക്ക് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ആ മുഖഭാവം ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണാം. എന്തായാലും വന്നതോ വന്ന് എന്നാ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോലീസുകാരുടെ മുമ്പിലോട്ട് പോകാമെന്ന് കരുതി 2നെയും കൂടെ ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ തന്നെ വാങ്ങിച്ചും കൊടുത്തിട്ടുണ്ട്. കാരണം പോലീസുകാർ 2 ഇതൊരു കുഞ്ഞു വ്ളോഗൊന്നുമില്ല, വളരെ ലെങ്തി ആയിട്ടുള്ള വ്ളോഗാണ്. വ്ളോഗ് കാണണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ചാനലിൽ പോയി കാണാം. ഭയങ്കര രസകരമായിട്ടാണ് പറയുന്നത്. ആ സാധനത്തിനെ കിട്ടി, ഇനി ആ സാധനത്തിനെയും കൊണ്ട് സ്റ്റേഷനിൽ പോകണം. എന്തായാലും സ്റ്റേഷനിൽ പോവല്ലേ, അതിന് മുമ്പ് ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്തേക്കാം. കാരണം അവിടുത്തെ പോലീസുകാരൻ പിടിച്ച് എന്തെങ്കിലും ഞെരുക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു വിഷയമാവുമല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് ആരോഗ്യമായിക്കോട്ടെ. ഭയങ്കര രസകരമായിട്ട് ഞാൻ പെൺകുട്ടിയുടെ ഇമോഷനെ ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫാമിലിയുടെ ഇമോഷനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ചെയ്ത ആക്ഷൻ തെറ്റാന്ന് ഒന്നുമല്ല പറഞ്ഞത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ വ്ളോഗ് എടുക്കുമ്പം നിങ്ങൾ എന്ത് മെസ്സേജാണ് പുറമേക്ക് കൺവേ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെച്ച വീഡിയോ ആണെങ്കിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവാത്ത. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ഇതിന് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. കുറേ ആൾക്ക് ഇപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ വീഡിയോ വേണ്ടി ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന്. പക്ഷേ ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ആ ഒരു മെച്യൂരിറ്റി സ്റ്റേജ് എത്താണ്ട് അവർക്ക് എന്താ മനസ്സിലാവുക എന്നുള്ള അറിയില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഇവർ പ്രായപൂർത്തിയായ ആൾക്കാരാണ്. 25 വയസ്സും 24 വയസ്സുള്ള ആൾക്കാരാണ്. പക്ഷെ എത്ര 25ഉം 24 വയസ്സാണെങ്കിൽ നമുക്ക് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ഫേസിൽ നമുക്ക് ഭയങ്കര മെച്യൂരിറ്റി വേണം. മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കടന്നു പോകാൻ പറ്റൂ. കാരണം നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിനെ, ഒരു പെൺകുട്ടീനെ നേരെ തിരിച്ചിടുന്ന ഒരു ഫേസാണ് കല്യാണം. അവിടെ ആ പെൺകുട്ടി പോലും പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത ഇരട്ടി ഭാരം തലയിൽ പേറിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ടൈമാണിത്. ആ ഒരു ടൈമിൽ എത്രത്തോളം ആൾ മെച്യൂർ ആയിരിക്കും ഈ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്ക്ഡാണ്. എനിക്ക് അറിയാൻ തന്നെയല്ല ഹൗ ഷീ കുഡ് ഹാൻഡിൽ ദിസ്, ഈ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പം ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഞാൻ ശരിക്കും ഈ വ്ളോഗ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. എന്താ ഈ ലോകത്തിൻ്റെ പോക്ക്, എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ലൈഫിൽ കല്യാണമൊക്കെ വേണം, അതിനൊക്കെ ഒരു പ്രായമുണ്ട്, ആ ടൈം ആകുമ്പോൾ വേണം. പക്ഷേ നമ്മൾ സ്നേഹിച്ച ആളെ തന്നെ നമ്മൾ കല്യാണം കഴിക്കണം. അതുകൊണ്ട് നമ്മളെന്താ സ്നേഹിച്ച വ്യക്തിനെ ഒഴിവാക്കണമെന്നോ ഇറങ്ങിപ്പോകണമെന്നൊന്നും പറയുന്നില്ല. നമുക്കത് ഒരു പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു പോകാം. കാരണം കല്യാണം എന്ന് പറയുന്നൊരു സാധനം ഒരാൾ നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാധനമല്ല. 2 വ്യക്തിക്കും തോന്നണം. കാരണം ജീവിതകാലം മുഴുവൻ ഇനി അവരങ്ങോട്ട് ജീവിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു റിഗ്രറ്റ് പാടില്ല. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ ഫാമിലിയോട് സംസാരിച്ച് കൺവിൻസ് ചെയ്തുകൊണ്ട് ഇതൊരു വിവാഹത്തിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ ഈ വീഡിയോന് താഴെ വന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കല്യാണ ഫംഗ്ഷൻ നടത്തിയത് ജീവമാതയിൽ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു അനാഥാലയത്തിൽ വെച്ച്. അത് പെൺകുട്ടിക്ക് കൊടുത്തിട്ടുള്ള ഒരു കൊട്ടല്ലേ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. കാരണം പെൺകുട്ടീൻ്റെ സൈഡിൽ നിന്ന് വീട്ടുകാരൊന്നും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടി അനാഥയാണ്, അവൾക്ക് ആരുമില്ല എന്നുള്ളൊരു സാധനം കാണിക്കാനല്ലേ എന്ന്.
അതൊക്കെ ഓപ്പോസിറ്റിലെ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വിഷമം നിങ്ങളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ഒരു വിഷമം, നാട്ടുകാരുടെ ചോദ്യങ്ങൾ, കുടുംബക്കാരുടെ ചോദ്യങ്ങൾ, കുത്തിപ്പറിച്ചിൽ, നോട്ടങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ ആ ഒരു ഫേസിൽ കൂടെ വന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇപ്പോൾ വ്ളോഗിങ്ങും യൂട്യൂബ് നിങ്ങളുടെ സ്പേസാണ്, നിങ്ങളുടെ ചാനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇടാം. പക്ഷെ നമ്മളൊരു വീഡിയോ ഇടുന്ന സമയം ഒന്ന് ചിന്തിക്കുക. അത് ഒരാൾക്കൊരു ഗുഡ് മെസ്സേജ് കൊടുത്തില്ലെങ്കിലും അതൊരു ബാഡ് മെസ്സേജ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലത്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.